നടക്കാൻ പോകുന്നത് ഇപ്പം മെസ്സി വരികയാണ്. അപ്പം അർജന്റീന ടീമിൻ്റെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിഫ റാങ്കിങ്ങിലുള്ളൊരു ടീമിനെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീന റെഡിയാവലേ പ്രശ്നമുള്ളൂ. ബാക്കി വലിയ രീതിയിൽ പ്രശ്നമല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 5ഓളം ടീമിനെ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഒരു 2 ദിവസം കൊണ്ട് നമുക്കത് അനൗൺസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഏതാണ് ഓസ്ട്രേലിയ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെസ്റ്റ് അമേരിക്കൻ കൺട്രീസ് നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ബ്രസീലിനടക്കം നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. റിപ്ലൈ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വരും എന്നുള്ളതാണ്. കാരണം ഈ എതിർ ടീം ആരാണെന്ന് അറിഞ്ഞിട്ടാണ് പൊതുവെ മറ്റുള്ളവർ തീരുമാനിക്കുക ആ ടീമിനോട് കളിക്കണോ വേണ്ടയോ എന്നുള്ളത്. പല ടീമിനും പല ടീമിനോട് കളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ തീരുമാനിക്കുക എങ്ങനെയാണ്? തീരുമാനിക്കുന്നത് എതിർ ടീം ആരാണ് എന്ന് നോക്കിയിട്ടാണ്. അപ്പം അർജൻറ്റീന ആണെന്ന് കഴിഞ്ഞാൽ അർജൻറ്റീനയോട് കളിക്കാൻ കുറേ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. മനസ്സിലായോ? അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അവർ പല സ്ഥലത്ത് തോപ്പിച്ച ടീമിന് വരെ ഇവരോട് കളിക്കാൻ താല്പര്യമുണ്ടാവും. GCC കൺട്രീസൊക്കെ ഈസിയാണ്. നമുക്കിപ്പോൾ സൗദി, ഖത്തറൊക്കെ നോക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ നമുക്ക് തോന്നുന്നത് ഞാൻ കുറച്ചുകൂടി നല്ല ടീമിനെ നമുക്ക് റെഡിയാകും. അവർ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നല്ല ടീമിനെ നോക്കി ഏറ്റവും നല്ല ടീമിനെ വെച്ച് കളിക്കും. അത് വേറെ ടീമിനെ വെച്ച് 1-2 കളികൾ കൂടെ ആയാലോ എന്ന് മിനിസ്റ്റർ ഭാഗത്തു നിന്നൊക്കെ ചിന്ത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തും കൂടെ അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഈ അർജൻറ്റീന വേഴ്സസ് ഒരു കളി മാത്രമല്ല വേറൊരു കളിയും കൂടെ വെച്ചാൽ നമുക്കൊരു മിനി ലോകകപ്പാവും. ഞാനതാണ് നേരത്തെ പറഞ്ഞപ്പോൾ ഖത്തറും പിന്നെ സൗദിയാണല്ലോ നമ്മൾ അടുത്ത കാലത്ത് ലോകകപ്പ് കാണാൻ പോകുന്നത് സൗദിയാണ്, കണ്ടത് ഖത്തറാണ്. 60,000 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്തത്. എന്തിന്? ആ ലോകകപ്പിന് വേണ്ടിയിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, അവിടുത്തെ ശൈലി മാറ്റി, സംവിധാനം. 60,000 കോടി ഒരു 15 ദിവസം താഴെയുള്ള ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യം മുടക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടീം തന്നെയാണ്, ഈ അർജൻറ്റീന തന്നെയാണ് അവിടെ പോയി കളിച്ചത് അല്ലേ? നമുക്കെതിരെ കളിക്കാൻ വരുന്ന ടീം തന്നെയാണ് അവിടെ വന്ന് കളിച്ചത്. അതുപോലൊരു മിനി ലോകകപ്പ് ഇന്ത്യയിൽ നടത്തിയാൽ നമുക്ക് 60,000 കോടിയൊന്നും വേണ്ട. പക്ഷേ നമുക്ക് അതുണ്ടാക്കുന്നൊരു വലിപ്പമുണ്ടല്ലോ ഈ രാജ്യത്തിന്, നമ്മുടെ നാടിന്. ആ വലിപ്പത്തേക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പം ഗംഭീര ടീമായിരിക്കും, ഒരു ഡൗട്ടും വേണ്ട നമ്മുടെ എതിര് മത്സരിക്കാൻ വരുന്നത്. വിമർശനങ്ങളിലേക്ക് വരാം. വിമർശനങ്ങളിൽ ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ 130 കോടി ചിലവാക്കിയെന്ന് പറയുന്നു. ആ 130 കോടി ചിലവാക്കിയെന്ന് പറയുന്നതിൻ്റെ ഒരു രേഖ പോലും ഈ ആൻഡ്രൂ അഗസ്റ്റിൻ പുറത്തു വിടുന്നില്ല. എന്തുകൊണ്ട്? അത് വഞ്ചിക്കുകയല്ലേ എന്നായിരുന്നു ഒരു ആരോപണം, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഈ അർജന്റീന അസോസിയേഷനിലേക്ക് എത്തുന്നതും? ആ ഒരു ഡിസംബർ 20 നമ്മൾ കരാർ ഒപ്പിട്ടു. പക്ഷേ വെല്ലുവിളികൾ, ഓരോ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഒരു ആരാധകൻ അറിയാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഈ നിമിഷപ്രിയനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലീഗൽ ചാർജ് എന്ന് പറഞ്ഞാൽ $40,000 അയക്കണം എന്ന് പറഞ്ഞു. $40,000 $40,000 ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 18 ദിവസമോ 20 ദിവസം കൊണ്ട് എടുത്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരാൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് ഞാൻ പറയുന്നത്. അത് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയിൽ പൈസ അയക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ 100, 150, 200 കോടിയൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ഇനിഷ്യേറ്റീവ് ഉണ്ട്. അർജൻറ്റീനയായിട്ട് എഗ്രിമെൻറ്റ് വെക്കണം. എഗ്രിമെൻറ്റ് വെച്ച ശേഷം എഗ്രിമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിനോട് പെർമിഷൻ ചോദിച്ചാൽ നമ്മൾ സ്പോർട്സ് മിനിസ്ട്രിക്കാണ് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചോദിച്ചാൽ കിട്ടില്ല. ഗവൺമെൻറ്റാണ് ചോദിക്കേണ്ടത്. ഗവൺമെൻറ് ചോദിക്കുന്നു. ഗവൺമെൻറ് സ്പോർട്സ് മിനിസ്റ്റർ പറയുമ്പോൾ ഫിനാൻസിൽ പോകണമെന്ന് പറയുന്നു. ഫിനാൻസിൽ പോയി അവിടുന്ന് പെർമിഷൻ എടുക്കുന്നു. അവിടുത്തെ പെർമിഷൻ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് സ്പോർട്സിലേക്ക് വരുന്നു. അപ്പോൾ സ്പോർട്സ് പറയുന്നു എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ എടുക്കണമെന്ന് പറയുന്നു. എക്സ്റ്റേണൽ അഫയേഴ്സിൽ പെർമിഷൻ പോകുന്നു. അവിടുന്ന് പെർമിഷൻ മേടിച്ച് തിരിച്ച് വരുന്നു. അപ്പോൾ പറയുന്നു എക്സ്റ്റേണൽ അഫയേഴ്സ് മാത്രം പോരാ, വലിയ കളിക്കാരാണ്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ഹോം അഫയേഴ്സിൻ്റെ അവിടെ നിന്ന് പറയുന്നു. ഹോമിൽ പോകുന്നു. അവിടുന്ന് ഇതൊക്കെ പെർമിഷൻ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പോരാ, ഇതൊക്കെ നേരെ RBIയിലേക്ക് അവർ ഡയറക്റ്റ് കൊടുക്കണമെന്ന് പറയുന്നു. പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടുന്ന് നേരെ RBIയിലേക്ക് ലെറ്റർ കൊടുക്കുന്നു. ഈ RBIയിലേക്ക് ലെറ്റർ കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രേഖകൾ വേണം. അപ്പോൾ നോക്കുമ്പോൾ ഓൾറെഡി ഗവൺമെൻറ് നമുക്ക് ഓർഡർ ഇട്ടുന്നുണ്ട്. അതിന് കൂടാതെ ഓരോ ഓർഡർ കൂടെ വേണമെന്ന് പറയുന്നു. ആ ഓർഡർ മേടിക്കുന്നു. ഇതെല്ലാം കിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് നീങ്ങാനുള്ള സംവിധാനം എന്ന് പറയുന്നത്. ഈ സംവിധാനം മുഴുവൻ നീങ്ങിക്കഴിയുന്ന സമയത്ത് ഒരു പൈസ ഇല്ലാത്ത കമ്പനി പോയത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം നോക്കി എല്ലാം ക്ലിയറാക്കി RBIയിലേക്ക് ലെറ്റർ വന്നതിന് ശേഷമാണ് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെടുക്കുന്ന സമയം നോർമലി ചിന്തിച്ചാൽ മതി. നമ്മളിവിടുന്ന് ഒരു കറണ്ട് ബില്ല് അടിക്കാൻ പോയാൽ എത്ര സമയം എടുക്കുമെന്ന് നമുക്കറിയാം. അവിടെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇത് പൈസ അടച്ച് നമുക്ക് റെസിപ്റ്റ് കിട്ടി
അത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ്. അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വിളിച്ചു പറഞ്ഞാൽ പൈസ വരും, വിളിച്ചു പറഞ്ഞാൽ പൈസ പോകും. നമുക്കങ്ങനെ പോവില്ല. അവരൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പരിപാടി തീർത്ത് അയച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അയക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പം അതെടുക്കുന്ന കാലതാമസം എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഒരു ട്രാൻസാക്ഷൻ്റെ സമയം എന്നുള്ളതാണ്. ഞാൻ AFA കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. AFA സംബന്ധിച്ചിടത്തോളം അവർ ശീലിച്ചു വന്ന ശൈലി അങ്ങനെയാണ്. അവർ ശീലിച്ചു വന്ന ശൈലി എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് അതിൻ്റെ പിന്നെ എഗ്രിമെൻ്റ് വെക്കുന്നു, പൈസ മേടിക്കുക, തിരിച്ചു വരിക എന്നൊക്കെ തന്നെ ഉണ്ടാവുള്ള. അതായിരിക്കും അവർ ശീലിച്ചു വന്ന ശൈലി. നമുക്ക് അങ്ങനെയല്ല. നമ്മളങ്ങനെ വലിയ ഇവൻറ്റുകൾ അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല ഇന്ത്യയിൽ. അങ്ങനെ രീതിയിൽ പണം അയച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ പാട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ചെറിയ കളിക്കാർ, ഒരു കളിക്കാരനെ, 2 കളിക്കാരനെ, ഒരു ക്ലബിനെ, അതിൻ്റെയൊക്കെ ഒരു ലിമിറ്റുണ്ട്. പക്ഷെ ഒരു നാഷണൽ ടീമിനെ കൊണ്ടുവരാൻ, അത് ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നാഷണൽ ടീമിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചരിത്രമാണ്. ഞാൻ വിചാരിക്കുന്നു ചരിത്രമാണ് എന്നുള്ളത്. 2011 വരെ അതൊരു നാഷണൽ ടീമായിട്ട് പറയാൻ പറ്റില്ല. ഒരു ടീം നന്നായി കളിക്കുന്ന ഒരു ടീമിൻ്റെ അപ്പുറം ഇല്ല. പക്ഷേ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അത് കൊപ്പടിച്ചിരിക്കുന്ന ഒരു നാഷണൽ ടീമാണ്, 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നാഷണൽ ടീമാണ്. ഈ ടീമിനെ കൊണ്ടുവന്ന് വേറൊരു നാഷണൽ ടീമിനെ വെച്ചിട്ട് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവർ അപ്രോച്ച് ചെയ്തു, നമ്മളോട് അവർ തിരിച്ചു പെരുമാറിയിരുന്നു. കേരള ഗവൺമെൻറ്റിനോടും മിനിസ്റ്ററോടും ഒക്കെ വലിയ രീതിയിൽ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഇടയ്ക്കുള്ള സംഭവം എന്ന് പറയുന്നത് അവരുടേതായ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, നമുക്ക് നമ്മുടേതായ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാവും. ബിസിനസ് സ്ട്രാറ്റജീൻ്റെ പ്രശ്നം എന്താ, അതെപ്പോഴും പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കളിക്ക് എത്ര പൈസ കിട്ടണമെന്ന് അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് കുറച്ചുകൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതെല്ലാ കമ്പനി ഇപ്പം നമ്മളാണെങ്കിൽ ചെയ്യുമല്ലോ. ഒരു ബിസിനസ്സിന് എപ്പോഴും അങ്ങനെയാണ്. അതിനേക്കാൾ അപ്പുറം സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ സ്പോർട്സായി, പിന്നെ അത് കളി മാത്രമേ ഉള്ളൂ. ഇനി കളി മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. AFA സംബന്ധിച്ചിടത്തോളം അവർക്കും നല്ലതാണ്. എന്നെ വളരെയധികം ട്രോൾ ചെയ്യ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ AFA വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മതി എന്ത് ഞാൻ പറഞ്ഞു. എനിക്കതിനകത്ത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ മതി എന്ന് പറയാനുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കാരണം അപ്പം എന്നെ ട്രോൾ ചെയ്തറിയോ, മെസ്സിന് പേടിക്കണം, പിന്നെന്താ കഴിയില്ല എന്നൊക്കെ. ഞാൻ മെസ്സിനോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പറയേണ്ടവരോടൊക്കെ അന്നും അത് പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവരും അത് അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാൻ എല്ലാം പുറത്തു വിടാം, ഇതൊക്കെ കഴിയട്ടെ. പക്ഷേ ഒരു കാര്യം പറയുന്നത്, ഒരു പരിധി വരെ മെസ്സിയെ പോലെ ഒരു ലോകം ആരാധിക്കുന്ന ഒരു കളിക്കാരനെ കേരളത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എത്ര ഈസി അല്ലാതെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രോളിയ ആൾക്കാർക്ക് വളരെ ഈസിയാണ് ഫേസ്ബുക്കിൻ്റെ അടിയിൽ പോയിരുന്നിട്ട് നമുക്ക് ട്രോൾ ചെയ്യാൻ. ഒരു കാർഡ് ഉണ്ടാക്കാൻ നമ്മളൊരു എത്ര കാർഡ് ഉണ്ടാക്കുന്നത്, ഫാക്ടറിയാണ് നമ്മൾ കാർഡ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് പൈസ മുടക്കിയവരൊന്ന് കൊള്ളുമ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുക. അപ്പം ഇതുപോലെയുള്ള ട്രോൾ കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നങ്ങളുണ്ടാവുമെന്ന്. പക്ഷേ ഇനി അങ്ങോട്ടൊരു വലിയ മാറ്റമായിരിക്കും നടക്കാൻ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.